ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ഇന്ന് നമ്മൾ ബ്രോക്കോളിയും ചിക്കൻ ബ്രസ്റ്റും വെച്ചുണ്ടാക്കുന്ന ഒരു നല്ലൊരു പോസ്റ്റ് വർക്കൗട്ട് മീലാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇത് നമുക്ക് ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ബ്രോക്കോളി സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതുകൊണ്ട് തന്നെ അതിൽ അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്ക് ബ്രോക്കോളി ഇട്ട് വെക്കാം. അപ്പം നമ്മൾ ബ്രോക്കോളി അരിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം നമുക്കത് ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. അതിൻ്റെ ചെറിയ അണുക്കളും ബാക്ടീരിയകളൊക്കെ എല്ലാം പോകും. കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ക്ലീൻ ആക്കി എടുക്കും. ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇത് ഏകദേശം 400 ഗ്രാംസ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ നേരെ പകുതി മാത്രം മതി. അതിനുശേഷം നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിലിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു 5 വിസിൽ മാക്സിമം നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് മാക്സിമം ഒരു 5 വിസിൽ മാത്രം മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാം. രണ്ട് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 3-4 മുളകും കൂടി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
ദെൻ മുളകിടാം, അതിനുശേഷം വെളുത്തുള്ളി. നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കോളിയും സവോളയും എല്ലാം നമ്മൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് കുക്കറിലുള്ള ആ ഒരു ചിക്കന്റെ വെള്ളവും അതേപോലെ തന്നെ ചിക്കനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. ദെൻ ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ, ഒരു 6-8 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് മൂടി വെക്കാം. ഇടക്കിടക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലോണം ഗുണം ചെയ്യുന്ന ഒരു പോസ്റ്റ് വർക്കൗട്ട് മീലാണ് ഈ ബ്രോക്കോളി വിത്ത് ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ GCC കൺട്രീസിലൊക്കെ ആണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ബ്രോക്കോളി. പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ആരും ഇത് വാങ്ങി യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ വീക്കിലി ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഈ ഒരു പോസ്റ്റ് വർക്കൗട്ട് മീൽ നമുക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ബ്രോക്കോളിയിലാണെങ്കിൽ തന്നെ പൊട്ടാസ്യം ഉണ്ട്, അതേപോലെ തന്നെ അയൺ, നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മസിൽ സെൽസിന് വേണ്ട അത്യാവശ്യം എല്ലാ വൈറ്റമിൻസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ബ്രോക്കോളി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റിനാണെങ്കിൽ തന്നെ എനിക്ക് ആവശ്യത്തിനടങ്ങിയ ഒരു ഏകദേശം 50 ഗ്രാം മേലിൽ പ്രോട്ടീനും എനിക്ക് അവൈലബിൾ ആയിട്ട് ഈ ചിക്കൻ ബ്രസ്റ്റിലുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ പോസ്റ്റ് വർക്കൗട്ട് മീലിൽ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള ആ ഒരു പൊട്ടാസ്യം, അയൺ, അതുപോലെ തന്നെ വൈറ്റമിൻസ്, പ്രോട്ടീൻ എല്ലാം അടങ്ങിയ ഒരു മീല് ഞാനിവിടെ കഴിക്കുകയാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ജിമ്മിലൊക്കെ പോയി നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ മസിൽസിന്റെ സെൽസിനും എല്ലാത്തിനും ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ്, നല്ലൊരു മീൽ കൂടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കാണാം. ബൈ.